ഹലോ, എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. വിത്ത് മീ ആർ കൃഷ്ണകുമാർ ആൻഡ് അനൂപ്. ലേഖ ഇത്തവണ നമ്മുടെ കൂടെ ഇല്ല. ലേഖ ഇറ്റലിയിൽ ഒരു ഗേൾസ് ട്രിപ്പിൽ അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ കുശുമ്പ് തീർക്കാൻ ഒരു ബോയ്സ് എപ്പിസോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് ആസ് യൂഷ്വൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ നോൺ ഫിക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്തവണ അനൂപ്, മേ ബി യു ക്യാൻ സ്റ്റാർട്ട് us ഓഫ്. ഷുവർ. ഞാൻ കുറെ ബുക്സുമായിട്ടാണ് വന്നേക്കുന്നത് വീണ്ടും. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ആളുടെ ബുക്ക് എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. എനിവേ ഞാൻ തുടങ്ങാം. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആള് ഒരു ഹിന്ദുവിലൊരു ഫേമസ് ജേർണലിസ്റ്റ് ആയിരുന്നു, ഫോട്ടോഗ്രാഫർ ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, എവ്രിബഡി ലവ്സ് എ ഗുഡ് ക്രൗഡ്. അപ്പൊ അത് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ ഒരു സ്റ്റോറി വെച്ചങ്ങ് തുടങ്ങാം. ഈ ഒരു സ്റ്റോറി ഒറീസയില് ഒരു ചെറിയ വില്ലേജില് ലേറ്റ് 1970s നടക്കുന്ന ഒരു കഥയാണ്. ഈ ഒരു കഥയിൽ ഇൻവോൾവ് ആയിട്ടുള്ള 5 ഏജൻസീസ് ഉണ്ട്. ഏജൻസീസ് എന്ന് പറയുമ്പോൾ NGOs ഉണ്ട്, ചില ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് SBI ഉണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ തന്നെ റവന്യൂ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. മഫത്ലാലിന്റെ ഒരു CSR ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ NGOs ഉൾപ്പെട്ട ഒരു സംരംഭമാണ്. അപ്പൊ ഇവരുടെ പ്രൊജക്ട് എന്ന് വെച്ചാൽ ഒരു ഒരു ഈ ഒരു 1-2 വില്ലേജസ് ഒരു വമ്പിച്ച ഡയറി സർപ്ലസ് പ്രോവിൻസ് ആക്കി മാറ്റുക എന്നുള്ളത്. അപ്പം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മുടെ നാട്ടിൽ ഉള്ള പശു അധികവും ജേഴ്സി പശുക്കൾ കേരളത്തിൽ. പക്ഷെ ഇന്ത്യയുടെ മറ്റു ഭാഗത്തൊക്കെ അങ്ങനെയല്ല. കുറച്ചുകൂടെ നല്ല സൈസുള്ള പശുക്കളാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, നല്ല കണ്ടാൽ നമുക്ക് പേടി വരും, അങ്ങനത്തെ നല്ല സൈസുള്ള പശുക്കളാണ്. അതാണ് പൊതുവേ ഉള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ബ്രീഡ്സിന്റെ ഒക്കെ. പക്ഷെ ഇവരുടെ പാലിൽ വലിയ കൊമ്പും ഹമ്പൊക്കെ ഉള്ള, കാലയുടെ മുതുകിലൊരു ഹമ്പ്. ഇത് ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പശുവിനെ കണ്ടിട്ട് പറയും, അയ്യോ ഇതൊക്കെ പട്ടികളെ പോലെയാണെന്ന്, ആ ഒരു സൈസേ ഉള്ളൂ എന്ന് പറയും. പശുവിനെ കാണാത്ത ഓക്കെ. സോ അപ്പം ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രീഡ് ഖാരിയാർ ബ്രീഡ് എന്ന് പറഞ്ഞൊരു ഒരു പശുവാണ്. അപ്പം ഇതിന് ജേഴ്സി പശുക്കളെ അപേക്ഷിച്ച് ഈൽഡ് കുറവാണ്. അപ്പം എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഈ ഇനിഷ്യേറ്റീവ് അനുസരിച്ചിട്ട് ഈ റീജിയനിലുള്ള പശുക്കളെ ഒരു ജേഴ്സി ഖാരിയാർ സങ്കര ഇനമാക്കാനാണെന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള ഖാരിയാർ കാളകളെ കാസ്ട്രേറ്റ് ചെയ്യുക. പശുക്കളിലെല്ലാം ജേഴ്സി പശുവിന്റെ ഇനത്തിൽപ്പെട്ട കാളകളുടെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്താം. അതിനുവേണ്ടി സെന്ററിൽ പ്രത്യേക സെന്റർ ഒക്കെ തുടങ്ങി. അപ്പൊ വൺ ഹൈപ്പ് ആയിരുന്നു ഇത് കൊണ്ടുവന്നപ്പോ. നാട്ടുകാരോടൊക്കെ പറഞ്ഞു വെച്ചതാണ്, ജേഴ്സി പശു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഇതിനെക്കാട്ടൊരു ഡബിൾ ട്രിപ്പിൾ ഈൽഡ് ഒക്കെ തരുന്ന ഒരു ഇനമാണ്. ഡോണ്ട് ഹാവ് എനിത്തിങ് ടു വറി അബൌട്ട്. 25 ലിറ്റർ പാല് കറക്കുന്ന പശുക്കളല്ലേ, ഞാൻ തരാം 2 എണ്ണം. ഘടാഘടിയന്മാരായിട്ടുള്ള പശുക്കളാണോ? അതെ. അപ്പൊ അങ്ങനെ ഈ 5 ശങ്കരാടി NGOസും കൂടെ ചേർന്ന് എടുത്ത ഒരു പ്രൊജക്റ്റ് ആണ്. എന്നിട്ട് ഈ ഇനം വരുന്ന പശുക്കൾക്ക് തിന്നാൻ വേണ്ടി ഒരു പ്രത്യേകതരം ചെടി ആണ് ഇവരുടെ ഫോഡർ. ഈ ഫോഡർ വളർത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഫ്രീ ആയിട്ട് ഭൂമി കൊടുത്തിരുന്നു. ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ ഇത് വളർത്താനാണെങ്കിൽ യു ക്യാൻ ഹോൾഡ് ദാറ്റ്. വേറൊന്നും വളർത്താൻ പറ്റില്ല, വേറെ പച്ചക്കറി, വേറെ മറ്റു കൃഷികളൊന്നും പാടില്ല. ഇതിനുള്ള ഫോഡർ മാത്രമേ വളർത്താവുള്ളൂ. അപ്പൊ അതിന് ഉള്ള ഭൂമി കൊടുത്തു. ആ ഭൂമി തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളവും കൊടുത്തു. അപ്പൊ ഇതിന്റെ തൈകളെല്ലാം കൊടുത്തു. ഫൈൻ. അപ്പം അങ്ങനെ ഈ ഫോഡറിനുള്ളതെല്ലാം ശരിയാക്കി, ബാക്കി ആ കാരിയാർ ബുള്ളിനെ ഫേസ് ഔട്ട് ചെയ്യാനുള്ള കാസ്ട്രേഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സെന്റേഴ്സ് ഒക്കെ കൊണ്ടുവന്നു. ഇത് തുടങ്ങി കുറച്ച് വർഷങ്ങൾക്കകം ഇതിന്റെ ഫലം കണ്ടുവരുന്നു. ഈ ഫോഡറിന് വേണ്ടി അവര് കൊടുത്തേണ്ട കൃഷിയിടങ്ങളിൽ ആദ്യം വെച്ച ആയിരക്കണക്കിന് തൈകളുണ്ട്. അതെല്ലാം വളർന്ന് പന്തലിച്ചു, അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് ഒരു സാധനം.
ആ ഭൂമിയിൽ. നത്തിങ് ഗ്രോസ്. ഈ ജേഴ്സി കാരിയർ ബുള്ളിന്റെ സങ്കര ഇനത്തിന്റെ ആ ഒരു യൂണിയനിലുണ്ടായിരുന്ന പശുക്കുട്ടികളെല്ലാം ജനിച്ച ഉടനെ ചത്തങ്ങ് വരിക. ആ ഫുൾ റീജിയനിൽ ഇതൊരു ഒരു ലെവല് വരെ എത്തിയ പശുക്കുട്ടികളുടെ എണ്ണം 8. ഈ ഉണ്ടായ 8 ഒന്നിനും ഈൽഡില്ല. ഈ ഭൂമി മറ്റേ ആ ഫോഡറിനുള്ള ചെടികളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ ചെടികൾക്കുള്ള അത് അത് വളർത്താൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർ പലപ്പോഴും ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചക്കറിയും മറ്റുമൊക്കെ കൃഷി ചെയ്ത് തുടങ്ങി സൈഡിൽ കൂടെ. വേറെ വഴിയില്ല. കാരണം ഇത് തിന്നാനുള്ള ഈ തൈകള് വളരുന്നുമില്ല, ഇത് തിന്നാനുള്ള ആളുമില്ല. അപ്പൊ ഞങ്ങളെങ്കിലും എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരത് പരിപാടി തുടങ്ങിയതാണ്. ഇത് തുടങ്ങിയതോടെ പതുക്കെ സർക്കാർ ആ പേരും പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയെല്ലാം തിരിച്ചു മറിച്ചു. അങ്ങനെ എന്താ പറയുക, ഇത് ഒരു ടോട്ടൽ ഫെയിലർ ആയിരുന്നു. ഈ 70s അവസാനം തുടങ്ങിയിട്ട് 80s ആദ്യം വരെ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. എന്റെ ഒരു വളരെ സാഡ് ആയിട്ടുള്ളൊരു ഭവിഷ്യത്ത് എന്ന് വെച്ചാല് ഖാരിയാർ ബുൾ എന്ന് പറഞ്ഞ ഇനം ഈ എൻറ്റയർ റീജിയനിൽ നിന്ന് തന്നെ എക്സ്റ്റിൻഡ് ആയി. ഇത് പൊതുവേ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ട് വരുന്നതും ഇൻഡിജിനസ് ബ്രീഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പലപ്പോഴും ആർട്ടിഫിഷ്യൽ ബ്രീഡ്സിന് ജീവിച്ചു പോകണമെങ്കിൽ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ തന്നെ ഒരുപാട് ആന്റിബയോട്ടിക്സ് വേണം, സ്പെഷ്യൽ കെയർ ഒക്കെ വേണം. ഇൻഡിജിനസ് ബ്രീഡ്സിന് ഈൽഡ് കുറവാണ്, പാലിന്റെ ഈൽഡ് കുറവാണ്, പക്ഷേ ദേ ആർ വെരി വാട്ട് യു സേ റെസിലിയൻ ബ്രീഡ്സ്, ഹെൽത്തി ആയിട്ടുള്ള ബ്രീഡ്സ് ആണ്. എനിവേ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ പതുക്കെ ഈ പ്രൊജക്റ്റിലോട്ട് കുറച്ചും കൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ദിസ് റീജിയൻ വാസ് ഓൾറെഡി എ ഡയറി സർപ്ലസ് ഏരിയ. അപ്പം സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളാണ്, എന്തുകൊണ്ട് ഈ ഡയറി സർപ്ലസ് ആയിട്ടുള്ള ഡയറി സർപ്ലസ് എന്ന് പറയുമ്പോൾ ഡാൽഡ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഗീ ആയിട്ട് ഉപയോഗിക്കുന്ന, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഓയിൽ, വെജിറ്റബിൾ ഓയിൽ. ആ ഡാൽഡയെക്കാട്ടി വില കുറവായിട്ട് പ്യുവർ ഗീ കിട്ടുന്ന ഒരു ഏരിയ ഇന്ത്യയിൽ. സോ ഓൾറെഡി ദിസ് എ ഡയറി സർപ്ലസ് റീജിയൻ. ഇത് തന്നെ എന്തിനു സെലക്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ പതുക്കെ ആൾക്കാരിനെ കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോ ഒരു കാര്യം മനസ്സിലായി, ഈ പ്രൊജക്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഡയറി സർപ്ലസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണല്ലോ, അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഈ പ്രൊജക്ടിന് കിട്ടുമല്ലോ. അപ്പൊ അല്ലാതെ വേറെ നല്ല ഉദ്ദേശം കൊണ്ടൊന്നുമല്ല. പിന്നെ ഇതിന് ശേഷം വന്നൊരു CAG റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് 250 ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സെന്റേഴ്സ് തുടങ്ങിയിരിക്കും. അതിനുവേണ്ടി 3 കോടി രൂപയാണ് അവർ ചെലവാക്കിയത്. 3 കോടി എന്ന് പറയുന്നത് 70s 3 കോടിയാണെന്ന് ഓർക്കണം. പിന്നെ 16 കോടി വേറെ കാര്യങ്ങൾക്കൊക്കെ ഇതേ ഫണ്ട് ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതി അഴിമതികൾ നടന്നിട്ടുണ്ട്. അവസാനമായപ്പോ ഈ 5 ഏജൻസീസും കൈ കഴുകിയൊക്കെ പോയി. പിന്നെ ഈ റീജിയൻ ഒന്ന് റിക്കവർ ചെയ്യാൻ കാലങ്ങൾ എടുത്തു. പ്രത്യേകിച്ച് ഹാരിയാർ ബുള്ള് എക്സ്റ്റെൻഡ് ആയെന്ന് പറഞ്ഞില്ലേ, ആ റീജിയനിൽ തന്നെ എക്സ്റ്റെൻഡ് ആയി, അതിനെയൊക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ടു റിക്കവർ ഇറ്റ് ടുക്ക് എ ലോങ് ടൈം. ബട്ട് ഇത് കാണിക്കുന്ന വെച്ചാൽ ഒരു എന്താ പറയുന്നത്, there is a lack of oversight, inefficiency, corruption. This is not an standalone tale. ഇത് ഇന്ത്യയുടെ മൊത്തം കഥയാണ്. നമ്മുടെ ഓരോ ബ്യൂറോക്രസി ബാബൂസ് വന്നിട്ട് ഓരോന്ന് പ്രോമിസ് ചെയ്തിട്ട് നാട്ടുകാർക്ക് ഇതൊക്കെ പ്രോമിസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് ഇത് അട്ടർ ഫ്ലോപ്പ് ആകുമ്പോൾ അവർക്ക് പൊടിയും തട്ടിയൊക്കെ പോകും. ചിലപ്പം കറപ്ഷൻ പോലെ ആയിരിക്കത്തില്ല, നേരെ ഒരു കാര്യം പ്രോജക്റ്റ് നേരെ ചിന്തിക്കാതെ തന്നെ ചെയ്യുന്നതാണ്. അല്ല, അത് ബേസിക്കലി ആ കാസ്ട്രേഷൻ ചെയ്തത് മറ്റേ ഇത് വർക്കായി സക്സസ് ആയി ഓഫ് സ്പ്രിങ്സ് ഉണ്ടായതിനു ശേഷമായിരുന്നെങ്കിൽ തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാവൂലായിരുന്നു. അല്ല, അതാണ് പ്രശ്നം. ഈ കാസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ മറ്റേ ഇത് ഇണയരാൻ വരുമല്ലോ. അപ്പം അവർക്ക് ഉണ്ടാകുന്ന സങ്കര ഇനം പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഒരു കോമ്പറ്റീഷനും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്ത പരിപാടിയാണ്. ഇപ്പൊ ഈ ലാക്ക് ഓഫ് ഓവർസൈറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, കഴിഞ്ഞ വട്ടം നമ്മൾ ബയോഡൈവേഴ്സിറ്റിയുടെ മറ്റേ ഇത് പറഞ്ഞല്ലോ, ഓസ്ട്രേലിയയിലൊക്കെ
നവ്യ നായരുടെ ഇഷ്യൂ അതെ. ഒരു ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്പിംഗ് ഇക്കോണമിയിൽ ഈ പറഞ്ഞ സാധനത്തിനൊന്നും വലിയ ആ, എന്താ പറയാ ഇമ്പോർട്ടൻസ് ഇല്ല വിലയൊന്നുമില്ല. അതെ. എന്നുള്ളതാണ്. ഇല്ല. അതുകൊണ്ടാണ് ശരിയാ. ഇതൊരു കഥ. ഇതുപോലെ ഒരുപാട് കഥകൾ കാണും നമ്മുടെ ഇടയിൽ. എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ കാര്യങ്ങൾ. അപ്പൊ ഇത് ഈ ഒരു ചാപ്റ്റർ പി സൈനദിന്റെ എവരിബഡി ലവ്സ് എ ഗുഡ് ഡ്രോട്ട് എന്ന് പറഞ്ഞ ബുക്കിന്റെയാണ്, നോൺ ഫിക്ഷൻ ബുക്കിന്റെയാണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്നതാണ് ഭയങ്കര യാദൃച്ഛികമായിട്ടാണ്. എന്റെ 2 കൊളീഗ്സ് ജേർണലിസം സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ അവരാണ് ഇതിനെക്കുറിച്ച് എന്തോ അതിനെ ഡിസ്കസ് ചെയ്തപ്പോൾ യാദൃച്ഛികമായിട്ട് ഇത് വന്നതാണ്. അതിൽ നിന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് ഹിന്ദുവിന്റെ ഒരു ഫേമസ് ജേർണലിസ്റ്റ് ആണ്. പുള്ളി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. കൂടുതൽ ചോദിക്കുന്നതും ഒക്കെ അറിയുന്നത്. പിന്നീട് ഞാൻ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം ഹിന്ദു ആ സമയത്ത് ഞാൻ വീട്ടിൽ വരുത്തിയിരുന്ന പത്രം എന്ന് വെച്ചാൽ ഹിന്ദു ആയിരുന്നു. അപ്പൊ ഹിന്ദുവിൽ പിന്നീട് വന്നൊരു വളരെ രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. മോൺസാൻഡോയെ കുറിച്ച് പി സൈനത്ത് എഴുതിയതാണ്. അപ്പൊ മോൺസാൻഡോ 2008 അവരൊരു ആർട്ടിക്കിൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇറക്കി. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നപ്പം ഇത് ഒരു അഡ്വർടൈസ്മെന്റ് ആണെന്ന് യാതൊരു ഇൻക്ലിങ്ങും ഇല്ല. ആകെയുള്ളൊരു ക്ലൂ എന്ന് വെച്ചാൽ ആ ജേർണലിസ്റ്റ് അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ ഗ്രാമത്തിലേക്കുള്ള യാത്ര ഒന്ന് സെറ്റാക്കി തന്നത് മൊൺസാൻഡോ ആണ്. മൊൺസാൻഡോ എല്ലാവർക്കും അറിയാം, അതൊരു ഫ്രഞ്ച് കമ്പനിയാണ്. ലോകത്ത് എവിടെയൊക്കെ ഫ്രോഡ് ഉണ്ടോ അവിടെയൊക്കെ ഇതിന്റെ പേര് എങ്ങനെയെങ്കിലും വരും. അങ്ങനത്തെ ഒരു കമ്പനി. മെയിൻലി GMO ഫുഡ്സിന്റെ ഒക്കെയാണ് അതിൽ ഇൻവോൾവ്. അപ്പം അവര് BT കോട്ടൺ എന്ന് പറഞ്ഞൊരു പുതിയ സംഭവം തുടങ്ങേണ്ടതാണ്. ഈ ഈ ഒരു അവരുടെ ഒരു BT കോട്ടൺ ആ പ്രൊഡക്റ്റ് വന്ന ശേഷം ഈ രണ്ട് ജില്ലയുണ്ട്. ആ 2 ജില്ലയിലെ ആൾക്കാർക്ക് ഭയങ്കര പ്രോസ്പെരിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ന്യൂസ് വന്നത്. അപ്പൊ അതിനകത്ത് ഗ്രാമവാസികളുണ്ട്. ഗ്രാമവാസികള് ഗ്രാമത്തിലെ പല ബിൽഡിങ്സിന്റെയും വീടുകളുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്തൊക്കെയോ രേഖകളൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന് നല്ല ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഓക്കെ ഗ്രേറ്റ്. ഇത് ശരിയാണ്, GMO ഫുഡ് ഒരു ഇനിഷ്യേറ്റീവ്. കുറച്ച് ആ സമയത്ത് നമ്മൾ ഭയങ്കര സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് GMO ഫുഡ്സ്. ഫെയർ ഇത് കാരണമാണ്. ആ സോറി. അപ്പൊ ഇങ്ങനെ കുറെ ആർട്ടിക്കിൾസ് ഒക്കെ വന്നത്. ഇത് മൊത്തത്തിലൊരു വൈറ്റ് വാഷിംഗ് പരിപാടിയാണ്. 2008 ഇറങ്ങിയെന്നു ആലോചിക്കണം. ഇത് കുറച്ചുകൾ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ 2011 ഇതേ സാധനം വീണ്ടും ഇറങ്ങി ടൈംസ് ഓഫ് ഇന്ത്യയിൽ. രണ്ടാമത് കഴിഞ്ഞപ്പം പി സൈനത്ത് കൈയോടെ പിടിച്ചു. പുള്ളി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അവരുടെ ഒരു ആർട്ടിക്കിളുള്ള ഒരു ക്യാച്ച് ഫ്രൈസ് എന്ന് വെച്ചാൽ BT കോട്ടൺ വന്ന ശേഷം ഇവിടെ ഇതുവരെ ഒരു കർഷക ആത്മഹത്യ നടന്നിട്ടില്ലെന്ന്. സൈനത്തും വേറെ കുറെ ആക്ടിവിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചു. ഇത് വന്ന ശേഷം അവർ ആ പറയുന്ന കാലാവധി തന്നെ 14 കർഷക ആത്മഹത്യകൾ നടന്നിരുന്നു. ഒരുപക്ഷെ ആ സമയത്തുള്ള ആത്മഹത്യകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് വലിയൊരു സംഖ്യ ആയിരിക്കില്ല. പക്ഷെ അവർ പറഞ്ഞ മൊത്തം കള്ളമാണ്. വേറെ രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ എടുത്തേക്കുന്ന ഫോട്ടോസ് മൊത്തം ഈ 2 വില്ലേജസിലെ അല്ല, ഇവിടെ തൊട്ടടുത്തുള്ള മറ്റു വില്ലേജസിലെ. ഇവിടുത്തെ വില്ലേജസിനെ അവിടെ കൊണ്ടുപോയി ഫോട്ടോ എടുത്തു. അതാണ് ലോജിക് എന്ന് പറയും. എന്നിട്ട് ഇതിനകത്ത് കാണിച്ചിരുന്ന വില്ലേജസിന്റെ ഡീറ്റെയിൽ ഇന്റർവ്യൂ പുള്ളി എടുത്തു. പല ആൾക്കാർക്കും ഭയങ്കര വരുമാനം ഉണ്ടെന്ന് ഫസ്റ്റ് ലേഖനത്തിലുണ്ടായിരുന്നു. അവരുടെ വരുമാനം വേറെ മറ്റു മാർഗങ്ങളിൽ കൂടാണ്. ഒരു ഫാർമർ ഉണ്ടായിരുന്നു, പുള്ളി കൃഷി നടത്തുന്നുണ്ട് ശരിയാണ്, പക്ഷെ പുള്ളിയുടെ വരുമാനത്തിന് 80% വരുന്ന പുള്ളിയുടെ ഒരു LIC ഏജന്റ് ആയതുകൊണ്ടാണ്. അതൊക്കെ മനഃപൂർവ്വം മറച്ചു പിടിച്ചിട്ട് ഒരു സ്റ്റോറി ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത്. അഗെയിൻ ദർ ഇസ് എ സ്റ്റോറി ഓഫ് കറപ്ഷൻ. ആൻഡ് നമ്മള് ഇപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പില്ലറാണ് പ്രസ് എന്ന് പറയുന്നത്, ഫ്രീ പ്രസ് എന്ന് പറയുന്നത്. പക്ഷെ ഫ്രീ പ്രസ്സും ഫാസ്റ്റ് ഡിസപ്പിയറിംഗ്. ഗോൺ. ടൈംസ് ഓഫ് ഇന്ത്യ അന്നും ഇത് ടാബ്ലോയിഡ്, വെറും ടാബ്ലോയിഡ് ആണെന്ന് നമുക്ക് അറിയാം. എന്നാലും ഇത്ര ബ്ലേറ്റന്റ് ആയിട്ട് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അല്ല, So അങ്ങനെയൊക്കെ അത് പറ്റുന്നത് എന്താണെന്നറിയോ? യൂഷ്വലി എന്താ പറ്റുന്നത് വെച്ചാൽ മീഡിയയുടെ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ഒരു ഡയറക്ഷനിൽ ചായുമ്പോൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് അപ്പുറത്തെ സൈഡ് അപ്പുറത്തോട്ട് ചായുന്നത്. അപ്പോൾ ഇറ്റ് ഗെറ്റ്സ് ടു എ പോയിന്റ് വെയർ ദർ ഇസ് നത്തിങ് സെൻട്രസ്റ്റ്. ദർ ഇസ് ഓൾറെഡി ഒന്നെങ്കിൽ എല്ലാം ഫാർ ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഫാർ റൈറ്റ് ആണ്.
അതാണ് നമുക്കിപ്പം ഫാക്ട് ഇല്ല, ഒപ്പീനിയൻസ് മാത്രമേ ഉള്ളൂ. Either you have a narrative and a counter narrative. Nobody is അതാണ് എന്ന് interested. വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഷുഡ് പ്രസന്റ് ദ ഫാക്ട്സ് ആൻഡ് ലെറ്റ് ദ റീഡർ മേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ. അതിന് പകരം ഈ ഒപ്പീനിയൻ തൊള്ളയിലേക്ക് കുത്തി ഇറക്കി വിടുന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. സത്യം. ഇപ്പോൾ അത് ന്യൂസ് കഴിഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ, 4 കോളം ചർച്ചയുണ്ടല്ലോ എല്ലാ പ്രാവശ്യം. പണ്ടൊക്കെ ദൂരദർശൻ ന്യൂസിൽ ഒരു അരമണിക്കൂർ ന്യൂസ് അത്രേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ബാക്കിയൊക്കെ ഒപ്പീനിയൻ നമ്മൾ ഫോം ചെയ്യണം. ഇപ്പോൾ നമ്മളെ കൊണ്ട് ഈ 4 പേരുടെ കൂടെ ആരുടെയെങ്കിലും കൂടെ നമ്മൾ നിൽക്കും അവസാനം ആകുമ്പോഴത്തേക്കും. ആ രീതിയിലേക്ക് നമ്മുടെ സ്വേ അവർ ഒപ്പീനിയൻ അല്ല. അത് മാത്രമല്ല, ഹൂഎവർ ഷൗട്ട്സ് ദ ലൗഡസ്റ്റ്, അതാണ് കറക്റ്റ്. ആര് പോയിന്റ് കൊടുക്കുന്നില്ല. അതെ, നമുക്ക് പലപ്പോഴും ഇത് എന്റർടൈൻമെന്റ് ആണ്. ആരാണ് തർക്കിച്ച് തോൽപ്പിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് വെറുതെ തോൽക്കുന്ന കാണാൻ വേണ്ടി നമ്മൾ കാണും. ഐ ആം ഓൾസോ ഗിൽറ്റി. ഞാനും, എനിക്ക് ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ തോക്കുന്ന കാണാൻ വേണ്ടി ഞാനിത് ചർച്ച ചെയ്യണം. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ഈ സൈനത്ത് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഹീസ് എ വെരി എമിനന്റ് പേഴ്സണാലിറ്റി. രാമോൺ മാക്സസെ അവാർഡൊക്കെ കിട്ടിയതാണ്. പത്മശ്രീ കിട്ടിയിട്ട് പുള്ളി അത് തിരസ്കരിച്ച വ്യക്തിയാണ്. കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ദർ ഷുഡ് ബി നോ ബാക്ക് ആൻഡ് ഫോർത്ത് ഗിവ് ആൻഡ് ടേക്ക് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് എ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു. അതായത് ഗവൺമെന്റ് ഒരു പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ ജേർണലിസ്റ്റ് ക്യാൻ ഫീൽ ഇൻഡക്റ്റഡ് ടു ദം, മേ ഗോ സോഫ്റ്റ് ഓൺ ക്രിറ്റിസിസം. സോ എനിക്ക് പത്മശ്രീ വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. So അതെങ്ങനെ ആ പ്രാഞ്ചിയേട്ടന് എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. so yeah, so this is someone I want to talk about. ഓക്കെ, സോ ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു പുസ്തകം ഒരു വളരെ നമ്മുടെയൊക്കെ പ്രിവിലേജ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി തന്നൊരു പുസ്തകമാണ്. എൻ്റെ പേര് ദ നേക്കഡ് ഡോണ്ട് ഫിയർ ദ വാട്ടർ എന്നാണ്. ഇത് ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഉണ്ട്, ആള് എഴുതിയതാണ് നേക്കഡ് ഡോണ്ട് ഫിയർ ദ വാട്ടർ. അയാളുടെ പേര് മാത്യു എയ്ക്കിൻസ് എന്നാണ്. ഈ മാത്യു എയ്ക്കിൻസ് എന്ന് പറയുന്ന ആള് പുള്ളി ഒരു മിക്സഡ് റേസ് ആണ്. എനിക്ക് തോന്നുന്നു ഹാഫ് വൈറ്റ് ഹാഫ് മിഡിൽ ഈസ്റ്റ്, അങ്ങനെ എന്തോ ഒരു മിക്സഡ് റേസ് ഉള്ള ആളാണ്. അപ്പോൾ ഇയാള് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഫാമിലിയുടെ കൂടെ ഇയാള് ട്രാവൽ ചെയ്യുകയാണ്. അവര് യൂറോപ്പിലെത്തിയിട്ട് അവരുടെ അസൈലത്തിന് വേണ്ടിയിട്ട് യൂറോപ്പിലോട്ട് കടക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മിഡിൽമെൻ ഉണ്ട്, പലതരം ഡേഞ്ചേഴ്സ് ഉണ്ട്, കൊള്ളക്കാരുണ്ട്, ദർ ആർ പീപ്പിൾ ഹു എക്സ്പ്ലോയിറ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ, എല്ലാം ഉണ്ട്. പിന്നെ ഇവർ ചെന്നെത്തുന്നതും ഈ പറഞ്ഞ പോലെ കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മേക്ക് ഷിഫ്റ്റ് ടെൻസ് ആണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മറ്റേ റെഡ് ക്രോസും ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സും ഒക്കെ ഓടി നടക്കുന്നുണ്ടെങ്കിലും ഒന്നും തികയാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ടല്ലോ, ഇയാളുടെ അമേരിക്കൻ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ ഇയാൾക്ക് ഇവര് പോകുന്ന പാത്സിലെല്ലാം ഒന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇയാൾ ആ പാസ്പോർട്ട് എടുത്ത് വേറെ എവിടെയോ ഒളിപ്പിച്ചു വെക്കുകയോ കുഴിച്ചു മൂടുക എന്തോ ചെയ്തിട്ടാണ് പുള്ളി അങ്ങ് പോകുന്നത്. അപ്പം ഇത് നടന്ന സമയം എന്ന് പറഞ്ഞാല് മറ്റേ ഒരു 4-5 കൊല്ലം മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്, ഒരു കൊച്ച് മരിച്ചു കിടക്കുന്നത് കടലിന്റെ തീരത്ത്. അയൺ കുർദി. ഐലാൻ കുർദി എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് എക്സാക്ട്ലി ആ സമയത്താണ് ഇയാളും പോയത്. അപ്പോൾ ഇതില് ഇതില് കൊണ്ടുവരുന്ന ഇത് പ്യുവർലി റിട്ടൺ ഫ്രം ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് എ ബഞ്ച് ഓഫ് അഫ്ഗാനീസ്. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പെർസിക്യൂഷൻസും ഹങ്കറും ഫാമിനും ഒക്കെ ഉണ്ട്. അവര് അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇതിന്റെ അപ്പുറത്തെ സൈഡുണ്ട് എന്ന് പറഞ്ഞാല് ഇവര് പോകുന്ന ദേശങ്ങളിൽ ഇതില് ഒരുപാട് ബാഡ് ആപ്പിൾസ് ഉണ്ട്. ഒരുപാടല്ല, ഒരു സൊസൈറ്റിയുടെ ഒരു സ്ലൈസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ കുറച്ച് ബാഡ് ആപ്പിൾസ്. അങ്ങനെ ഉണ്ടാവുന്ന കുറച്ച് ബാഡ് ആപ്പിൾസ് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അത് വേറൊരു സ്റ്റോറിയാണ്. അത് ആ പെർസ്പെക്റ്റീവ് ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇതിന്റെ അകത്താകെ കൊണ്ടുവന്നിരിക്കുന്ന പെർസ്പെക്റ്റീവ് ഈ ആളുകൾ ഇത്രയും അപകടങ്ങൾ തരണം ചെയ്ത്
അങ്ങോട്ട് പോകുന്നതും അത് മുഴുവനും ഇയാള് ക്രോണിക്കിൾ ചെയ്തേക്കുന്നതാണ്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് റീഡാണ്. ഇറ്റ് ഗ്രൗണ്ട്സ് അസ് ഓൾ. കാരണം ഇങ്ങനൊരു കോൺഫ്ലിക്റ്റും പട്ടിണിയും യുദ്ധവും നാട് വിട്ട് ഓടേണ്ടി വരുന്ന അവസ്ഥയും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒരു പ്രിവിലേജ് തന്നെയാണ്. ട്രൂ. ഒരു ട്രാജിക് സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. റെഫ്യൂജി ക്രൈസിസിനെ കുറിച്ച് ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ യുകെയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ എൻ്റെ കൂടെ ഒരു നൈജീരിയൻ പുള്ളി അവിടുത്തെ DBA ആണ്, എക്സ്പേർട്ടാണ് പുള്ളി. ഇപ്പോൾ ഞങ്ങൾ ഈ ക്ലയൻറ്റിൻ്റെ കൂടെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം അങ്ങേര് ഇങ്ങനെ ഒരു ഞങ്ങളിങ്ങനെ ആദ്യമൊന്നും അത്ര വലിയ ഓപ്പൺ അപ്പ് ചെയ്യാത്ത ഒരാളാണ് പുള്ളി. പതുക്കെ നമ്മളിവിടെ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നത്, ഇന്ത്യൻ പൊളിറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങേര് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഞങ്ങളവിടെ പുള്ളി ബിലോങ് ചെയ്യുന്ന ഒരു ഒരു ട്രൈബ് ഉണ്ട്. ഇവരൊക്കെ ഒരു ട്രൈബിലുള്ള ആളാണ്. ഒരു ട്രൈബൽ ടാറ്റു ആണ്. ടാറ്റു അല്ല, ആക്ച്വലി ഒരു ബ്രാൻഡിങ് ആണ്. അതായത് പണ്ട് പുള്ളിയുടെ പിടിച്ചുകൊണ്ട് പോയിട്ട്, അത് കുട്ടികളായിരുന്നപ്പോൾ അവർ കുറേ പേരെ കൊണ്ടുപോയിട്ട് ഇതുപോലെ, അത് സ്ലേവറി ആണോ എന്താണെന്നറിയില്ല, അവർ കൊണ്ടുപോകും, കുറേ പേരെ കൊണ്ടുപോകും. ഒരു മിക്കവാറും സെമി കാനിബലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിനിടയിൽ. അപ്പോൾ ഇങ്ങേര് ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിൽ നിന്നല്ല, ഇത് വേറെ ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നാണ്, ഒരു നെയ്ബറിങ് കൺട്രിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു വന്നതാണ്, ബോർഡർ ക്രോസ് ചെയ്ത് വന്നത്. നൈജീരിയ കുറേ കൂടി ഡെവലപ്പിംഗ് കൺട്രിയാണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പുള്ളി വന്ന സ്ഥലം കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രോവിൻസ്, ഒരു കാടിൻ്റെ ഒരു ഏരിയയാണ്. അവിടെ നിന്ന് പുള്ളിയെ മറ്റേ ട്രൈബ് കൊണ്ടുപോകുന്ന വഴിക്ക് ഈ മറ്റേ പോച്ചിങ് തടയാൻ വേണ്ടി നിൽക്കുന്ന പോലീസുകാരോ, ബോർഡർ ഗാർഡ്സ്, മറ്റേ ഫോറസ്റ്റ് പെട്രോളൊക്കെ ഇല്ല, ഇവരുടെ ക്യാപ്റ്റേഴ്സിനെ വെടിവെച്ച് കൊന്നപ്പോൾ പുള്ളിയും പുള്ളിയുടെ അമ്മയും രക്ഷപ്പെട്ടതാണ് അവിടെ. അങ്ങനെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിരുന്നു. മറ്റേ ഇവരിവിടേക്ക് നൈജീരിയയിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് പുള്ളിയുടെ അമ്മ മരിച്ചുപോയി പതുക്കെ. പുള്ളിക്കാരിക്ക് എന്തോ കാര്യമായിട്ട് എയിൽമെന്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി നൈജീരിയൻ അല്ല. അയാൾ നൈജീരിയൻ അല്ല, അയാൾ നൈജീരിയയിലാണ് ജനിച്ചു വളർന്നത്. പുള്ളീനെ അവിടെ ഈ ഫോസ്റ്റർ പരിപാടിയുണ്ട്. മറ്റേ അവിടെ ഇപ്പോഴും മറ്റേ ഫ്രഞ്ച് ഫാമിലീസും മറ്റേ ഇംഗ്ലീഷ് ഫാമിലീസും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരാരോ പുള്ളിയെ ഏറ്റെടുത്തതാണ്. അവരേറ്റെടുത്തിട്ട് അവർ പോകുമ്പോൾ ഇങ്ങേർക്ക് ഒരു സം ഓഫ് മണി പുള്ളിക്ക് കൊടുത്തിട്ട്, പുള്ളി പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, സ്കോളർഷിപ്പ് കിട്ടി. തിരിച്ച് പുള്ളി UK വന്നു. UK വന്നിട്ടാണ് പുള്ളി ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു ഫാമിലി ആകുന്നതും ഒക്കെ. തിരിച്ച് പുള്ളി നൈജീരിയയിലേക്ക് തിരിച്ചു പോയി, അതായത് സെറ്റിൽ ആവാൻ വേണ്ടി. ഈ ഇടയ്ക്ക് ഞങ്ങൾക്ക് ആ പഴയ ടീമിനൊരു മെസ്സേജ് വന്നിരുന്നു, പുള്ളി തിരിച്ച് നൈജീരിയയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ആൾ അത്യാവശ്യം ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആയിട്ടൊരാളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു കാര്യമാണിത്, നിങ്ങൾക്ക് ഇതൊക്കെയാണ് സംസാരിക്കാനുള്ളത്. പുള്ളി ഇപ്പോഴും പുള്ളിയുടെ പഴയ അന്ന് രക്ഷപ്പെട്ടു വന്ന 2-3 പേരുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇപ്പോഴും സംസാരിക്കും. ഒരാൾ US പുള്ളി ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നു. ഒരാൾ ഇപ്പോഴും നൈജീരിയയിലുണ്ട്. അപ്പോൾ ഇവർക്ക് പറയുന്നത് തിരിച്ചു വരാനാണ് പറയുന്നത്. പഴയ നാട് ഏതാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ബോട്സ്വാന, അവിടെ ഏതോ ഒരു സ്ഥലമാണ്, നെയ്ബറിങ് കൺട്രിയാണ്. പക്ഷേ നെയ്ബറിങ് കൺട്രി ആയിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, കുറച്ച് അധികം ആളുകൾ എത്തിപ്പെടാത്ത ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് ഈയൊരു താമസിച്ചിരുന്നതെന്ന് പറയാം, പുള്ളിയുടെ ചെറുപ്പകാലം. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് ആദ്യം. ഈ ആഫ്രിക്കയിൽ ഒരുപാട് രാജ്യങ്ങൾക്കുള്ള ഫോൾട്ട് ലൈൻസ് എല്ലാം ട്രൈബൽ ഫോൾട്ട് ലൈൻസ് ആണ്. ചില രാജ്യങ്ങളുണ്ട്, എനിക്കൊന്ന് നൈജീരിയനാണെന്ന് തോന്നുന്നു, അവിടെ 2 ടൈപ്പ് കൊളോണിയലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഒന്ന് ഫ്രഞ്ചുകാരും ഒന്ന് ഇംഗ്ലീഷുകാരും. അതിന്റെ ഫലമായിട്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോപ്പുലേഷനും ഉണ്ട്, ഒരു ഫ്രഞ്ച് സ്പീക്കിംഗ് പോപ്പുലേഷനും ഉണ്ട്. ഇവര് തമ്മിൽ അടിയുണ്ട്. അതാണ് ഏറ്റവും രസം. 2 ഗ്രൂപ്പ്സ് ഓഫ് ദ സെയിം പീപ്പിൾ ഫൈറ്റിംഗ് ഈച്ച് അതർ ഓവർ എ കൊളോണിയൽ ലാംഗ്വേജ്. നൈജീരിയ എനിക്ക് കുറച്ചും കൂടെ ഡെവലപ്ഡ് രാജ്യമാണ്, മേ ബി കമ്പയർ ടു അതർ ആഫ്രിക്കൻ നേഷൻസ്. അവിടെ നിന്നുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആ കിട്ടുന്നത്. ഏകദേശം ഇന്ത്യയെ പോലെ there are cities which are well developed and there are areas like our മറ്റേ cowbell. ഷിമിമാണ്ട ഗോസെ അഡിച്ചെ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഉണ്ട്. പുള്ളിക്കാരത്തെ നൈജീരിയൻ ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, ദ ഡേഞ്ചേഴ്സ് ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ടെഡ് ടോക്ക് ആയിരുന്നു. അപ്പൊ അതില് പുള്ളിക്കാരത്തെ പറയണം, പുള്ളിക്കാരത്തി നൈജീരിയൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോ പുള്ളിക്കാരത്തി US എന്തോ പഠിക്കാൻ എന്തോ പോയപ്പോ കോളേജിലെ റൂംമേറ്റ് ഇവള് പാട്ട് കേൾക്കുന്നുണ്ട് ചോദിച്ചെന്ന്
നിങ്ങളുടെ ട്രൈബൽ സോങ്സ് എനിക്കും കൂടെ കേൾക്കാൻ തരുമോന്ന്. അപ്പൊ പുള്ളിക്കാരത്തി മൈക്കിൾ പറഞ്ഞു ജാക്സൺ. മൈക്കിൾ ജാക്സൺ അന്ന് മൈക്കിൾ മരിയ കാരിയായിരുന്നു, മരിയ ആ കാരിയായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ കേൾക്കുന്ന മരിയ കാരിയാണ്, എന്റെ എന്റെ ടൗണിൽ മാക്ഡൊണാൾഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് കംപ്ലീറ്റ് അന്തം വിട്ടിരിക്കുകയാണ്. ഇവരുടെ വിചാരം ഇവരെല്ലാവരും അവിടെ തീയുടെ ചുറ്റും കൂട്ടിയിരുന്ന് മറ്റേ ഉടുക്കൂട്ടി പാട്ട് പാടുന്ന ആളുകളായിരുന്നു എന്നാണ് വിചാരിച്ചതെന്നാണ് പറയുന്നത്. പുള്ളിക്കാരി ബിയോൺസയുടെ കൂടെ എന്തോ ഒരു പാട്ടൊക്കെ ചെയ്തായിരുന്നല്ലോ. ഫ്ലോളസ് അങ്ങനത്തെ ഒരു സംഭവം ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഈ പേര് കേൾക്കുന്നത് തന്നെ. പുള്ളിക്കാരി ഓത്തറാണെന്നുള്ള കാര്യം പിന്നെ പുള്ളിക്കാരത്തിയുടെ മനസ്സിലായത്. കഥകൾ മുഴുവനും യൂഷ്വലി നൈജീരിയൻ എക്സ്പാറ്റ്സ് ഇൻ US അങ്ങനത്തെ കഥകളൊക്കെയാണ്. ഞാൻ ഒരെണ്ണം വായിക്കാൻ നോക്കി, വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ബട്ട് സംഹൗ ഇൻ ബിറ്റ്വീൻ ഞാനത് താഴെ വെച്ചു. എനിക്ക് അങ്ങോട്ട് പോയില്ല. നല്ലതായിരുന്നു, അത്ര മോശം ഉണ്ടാന്നല്ല, പക്ഷേ നോട്ട് സംതിങ് ദാറ്റ് ഹെൽഡ് മീ. നോ മീൻ ഒരുപാട് നൈജീരിയൻസിന്റെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഇപ്പൊ വരുന്നൊരു ഒരു ജോൺറ എന്ന് പറയുന്നത് തന്നെ നൈജീരിയൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. സയൻസ് ഫിക്ഷൻ ഉണ്ട്. ദറ്റ്സ് എ ഹോൾ വേൾഡ് ദാറ്റ് വി ഹാവ് നെവർ എക്സ്പ്ലോർഡ്. പൊതുവെ ആൾക്കാർ അങ്ങനെ വായിച്ചിട്ടില്ല. ആഫ്രിക്കൻ അമേരിക്കൻ ഫിക്ഷൻ ഞാൻ ഇപ്പം അടുത്തിടയ്ക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വായിച്ചിട്ടുണ്ട്. ബിൻറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ആഫ്രിക്കൻ അമേരിക്കൻ ഫിക്ഷൻ. പിന്നെ റിംഗ് ഷൗട്ട് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ മേ ബി സം അതർ പോയിന്റ് വി ക്യാൻ ഡിസ്കസ്. ആഫ്രിക്കയിൽ വന്നതുകൊണ്ട് ഞാൻ ഒരു ബുക്കും കൂടെ പറയാം. ഞാൻ അടുത്തിടയ്ക്ക് വായിച്ച വേറൊരു ഭയങ്കര റെവലേഷനായ ബുക്കാണ് കുബോൾട്ട് റെഡ്. അത് ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഉണ്ട്, സിദ്ധാർത്ഥ് കറ എന്ന് പറഞ്ഞിട്ട്. അയാളുടെ വർക്കാണ്. അപ്പോൾ ഈ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോങ്കോയിലാണ് നമ്മുടെ എല്ലാ റീചാർജബിൾ ബാറ്ററീസിലും ഉപയോഗിക്കുന്ന കൊബോൾട്ട് മൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ മൈൻസിനെ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ചൈനീസ് കോർപ്പറേഷൻസ് ആണ്. അപ്പോൾ അവിടെ നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷനും ഒക്കെയാണ്. അത് ഒരു എക്സ്ട്രീംലി വിഷ്യസ് സൈക്കിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനിൽ പണിയെടുത്തില്ലെങ്കിൽ ഇവർക്ക് അവിടെ വേറെ ഒന്നുമില്ല, വേറെ കാര്യമായിട്ട് വരുമാന മാർഗമൊന്നുമില്ല. മൈനിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം $1 ഓറാണ് അവർ കളക്ട് ചെയ്യുന്നത്. ഈ മൈൻസ് വളരെ അശാസ്ത്രീയമാണ്. ഈ വാൾസ് ഒന്നും സ്റ്റെബിലൈസ്ഡ് ഒന്നുമല്ല. അപ്പൊ അതിൻ്റെ അകത്ത് ആളുകൾ ഈ $1 ഒക്കെ വെച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ വിടാം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ മൈൻസിൽ പോയി വർക്ക് ചെയ്യുന്നത്. The irony is that the same parents who are working to keep the kids away from the mines die or get injured in the mines, and the children end up working in the mines. അപ്പോ ഇതിൽ നിന്നുള്ള കൊബോൾട്ടാണ് കമ്പനീസ് ലൈക്ക് ആപ്പിൾ, ടെസ്ല എല്ലാത്തിലും പോകുന്നത്. ഇപ്പം നമ്മുടെ ആപ്പിൾ ഫോണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ കുറച്ച് കൊബോൾട്ട് മാത്രം മതി. പക്ഷെ ഒരു ടെസ്ലയുടെ റീചാർജബിൾ ബാറ്ററിയിൽ ഒരുപാട് കൊബോൾട്ടാണ് പോകുന്നത്. അപ്പം ഈ റിഫൈനറീസിന് കിട്ടുന്നതിന്റെ വളരെ വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ട് ആണ് ഇവർക്ക് കിട്ടുന്നത്. ഇവരെല്ലാരും മറ്റേ മൈനേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ടൂൾസ് ഒന്നുമില്ല. അവർക്ക് ഈ വീട്ടിൽ അവർക്ക് അവരുടെ സ്വന്തം ചെറിയ ടൂൾസ്, ക്രൂഡ് ആയിട്ടുള്ള ടൂൾസ് മാത്രം വെച്ചാണ് ഇവർ മൈനൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു ഒരു ഭാഗത്ത് ഇയാള് പോയിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് പറയുന്നതുണ്ട്, ഈ മൈനില് വർക്ക് ചെയ്യുന്നവർ ഈ നിങ്ങൾ എടുക്കുന്ന കൊബോൾട്ട് അവർ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ് ഈ സാധനം എന്ന്. അവർക്ക് അതുപോലും അറിയത്തില്ല. അപ്പൊ ഇയാള് ഐഫോൺ എടുത്ത് കാണിച്ചിട്ട് പറയും ഇതിന്റെ അകത്തുണ്ട്, ഇതിന് $1000 ആണെന്ന് പറയും. അപ്പോ ആ അവർക്കതൊന്നും ഫാഥം പോലും ചെയ്യാൻ പറ്റുന്നില്ല. $1000 എന്ന് പറയുന്നത് എന്ത് വലിയ സംഖ്യയാണെന്ന്. കാരണം ഒരു ദിവസം വർക്ക് ചെയ്താൽ $1 ആണ് അവർക്ക് കിട്ടുന്നത്. സോ അനദർ ഐ ഓപ്പണിംഗ് ബുക്ക്. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. ശരിക്കും ഇപ്പോഴൊക്കെ തോന്നുന്നത് നമുക്ക് കമ്മ്യൂണിസം പലയിടത്തും കൊണ്ടുവരണമെന്നൊക്കെ. ശരിക്കും എന്ത് എക്സ്പ്ലോയിറ്റേഷൻ ആണ് അല്ലെ? പക്ഷെ അങ്ങനെ $1000 പറഞ്ഞാൽ പോലും വേർ ഡു യു തിങ്ക് പ്യുവർ കമ്മ്യൂണിസം എക്സിസ്റ്റ്സ്? അല്ല, പ്യുവർ കമ്മ്യൂണിസം മേ ബി ഇറ്റ്സ് എൻ ഐഡിയൽ, യു കാൻ നെവർ അച്ചീവ് ഇറ്റ്.
Probably it's a good idea that we never achieved it, but there should be that struggle where we have to bring some sort of socialism there. ഇങ്ങനെ വർക്കേഴ്സ് എന്താ പറയുന്നത് അവകാശങ്ങളും ഒക്കെ പിടിച്ചു വാങ്ങാൻ പല സ്ഥലത്തും ഇത് പിടിച്ചു വാങ്ങണം. ഒരു ബ്ലഡി റെവല്യൂഷന്റെ ഒക്കെ ആവശ്യം പലയിടത്തും ഉണ്ടാവും. ഈ കോങ്കോ തന്നെ എത്ര കാലമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ബെൽജിയം ആയിരുന്നല്ലോ, ബെൽജിയൻ കോങ്കോ. ആയിരുന്നു. അതെ, എനിക്കൊന്ന് ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊളോണിയലിസം ബെൽജിയത്തിന്റെ ആയിരിക്കും. എനിക്ക് ഇപ്പോഴും ഏറ്റവും വിഷമം വരുന്നൊരു ഫോട്ടോഗ്രാഫാണ്. അതിവിടെ ഇപ്പൊ പറയണോന്ന് അറിഞ്ഞു, ഞാൻ പറയാം. If it's too harsh, let's delete, censor this entire segment. ഇതിപ്പം ഒരു maybe I think 150 years ago ഉള്ള ഒരു പിക്ചർ ആണെന്ന് തോന്നുന്നു. അവിടെയുള്ള ഈ ആഫ്രിക്കൻസിനെയൊക്കെ, നോർമൽ കോങ്കോളീസ് ആഫ്രിക്കൻസിനെ നിർബന്ധിച്ച് അവരുടെ റബ്ബർ പ്ലാന്റേഷൻസിലൊക്കെ വർക്ക് ചെയ്യിക്കും കൊളോണിയലിസ്റ്റുകൾ, ബെൽജിയൻ കൊളോണിയലിസ്റ്റ്. അപ്പം അന്നത്തെ കോട്ട തികച്ചില്ലെങ്കിൽ കൈയും കാലും വെട്ടിപ്പോയി. അങ്ങനെയൊക്കെയുണ്ട് റൂൾസ്. ഇപ്പൊ വളരെ ട്രാജിക് ആയിട്ടൊരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. ഒരു വർക്കർ, പുള്ളി രാവിലെ വർക്ക് ചെയ്യാൻ പോയാൽ പുള്ളിയുടെ കോട്ട തികച്ചില്ല. കോട്ട തികയ്ക്കാതെ പുള്ളി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവരുടെ ഓവർസിയേഴ്സ് ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ 5 വയസ്സുള്ള പുള്ളിക്കാരന്റെ മകളുണ്ട്. ആ കൊച്ചിന്റെ കൈയും കാലും വെട്ടി അയാളുടെ ഫ്രണ്ടിൽ വെച്ചേക്കുകയാണ്. ശരി, ആ കുട്ടിയെ കൊന്നു കാനിബലൈസ് ചെയ്തു. ഓവർസിയേഴ്സും ആഫ്രിക്കൻസും ആണ്. ആൻഡ് അത് നോക്കി നിൽക്കുന്ന അച്ഛന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എന്താന്ന് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ ഹൗ ടു, എങ്ങനെ വിവരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ദാറ്റ് ഈസ് ഹോറിബിൾ. അതാണ് ഈ എന്താ പറയണേ, പല സ്ഥലത്തും ഈ കോൺകറേഴ്സിനെയും കൊളോണിയലിസ്റ്റിനേക്കാളും ഡേഞ്ചറസ് എന്ന് പറയുന്നത് സ്വന്തം ആളുകൾക്ക് ഒരു അധികാരം കൊടുത്തിരിക്കുന്നതാണ്. അവരാണ് അതിനേക്കാളും കൂടുതൽ ചൂഷണം ചെയ്യുന്നത്. പണ്ട് ഒരു മലയാളം സിനിമ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറഞ്ഞിട്ട്. അതില് ആദ്യം കാണിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ക്രൂവൽറ്റീസ് ഒക്കെയാണ്. ആളുകൾ ദി ഗോ ത്രൂ എവറിഥിങ്. അത് കഴിഞ്ഞിട്ട് ഈ ബ്രിട്ടീഷുകാർ പോയി കഴിയുമ്പോൾ നാട്ടിലെ ലോക്കൽ ലീഡർമാര് അതേ ക്രൂവൽറ്റീസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ ഒരു സിനിമ പണ്ട് കണ്ടതാണ്. അതങ്ങനെയാണ്. പക്ഷെ ഈ സംഭവം ഇനേബിൾ ചെയ്യിച്ചത് കൊളോണിയലിസ്റ്റുകളാണ്. ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തതും. കാരണം they don't care about the welfare, about the people they are exploiting. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കിയതവരാണ്. അപ്പം they can't be entirely free from that. ഒരു ഇൻസെന്റീവ് സിസ്റ്റം ഈ മിഡിൽ മെൻ ഉണ്ടാക്കി കൊടുത്തതൊക്കെ അവരാണ്. അഗൈൻ ഇത് നമ്മള് കൊളോണിസ്റ്റ് ബെൽജിയൻസിനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ റേസ് ഇഷ്യൂ, ഇറ്റ്സ് എ മാൻ ഓൺ മാൻ എക്സ്പ്ലോയിറ്റേഷൻ. അതുകൊണ്ടാണ് ഐ എം പ്രൗഡ് ഓഫ് ദിസ് ഫാക്ട്. HSRA ഇല്ലേ, ഭഗത് സിംഗും ആസാദും ഒക്കെ വർക്ക് ചെയ്ത ഓർഗനൈസേഷൻ. അപ്പൊ അവരൊരു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവരുടെ മാനിഫെസ്റ്റോയില്, വി ആർ നോട്ട് ഫൈറ്റിംഗ് ടു റിമൂവ് ദ വൈറ്റ് മാൻ, വി ആർ ഫൈറ്റിംഗ് ടു റിമൂവ് ദ ബ്രൗൺ മാൻ ഹു exploits us also. അപ്പൊ അങ്ങനെ so anyway, but it's all enabled by colonialism. I think നമ്മൾ മാറി പോകുന്നു. We should go back to Africa. അല്ല, I mean, it's all relevant, right? At the end of the day, it is not just about what books we read, it's about what we learn from these books. Exactly. All right. അനൂപിന്റെ അടുത്ത ബുക്ക് ഓർമ്മിക്കോ? എന്റേത് അധികവും ഹിസ്റ്ററി തന്നെയാണ്. പലപ്പോഴും ഹിസ്റ്ററി എന്ന് പറയുമ്പോഴേ ഹിസ്റ്ററി എങ്ങനെ ഫോം ചെയ്തു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയും. ഇപ്പം നമ്മുടെ അമേരിക്കയിലൊക്കെ ഉള്ളൊരു വലിയ ഡിബേറ്റ് എന്ന് വെച്ചാൽ റിലീജിയൻ കാരണമുള്ള ഡിബേറ്റ്, അവർ സയൻസിന്റെ പുറത്താണ് അവരുടെ ഡിബേറ്റ്സ് മൊത്തം. ലൈക്ക് ക്രിയേഷനിസം ആണോ എവല്യൂഷൻ ആണോ വലിയ സംഭവം. ഇന്ത്യയിൽ ആ വിഷയം ഹിസ്റ്ററിയിലാണ് വരുന്നത്.
ഞങ്ങൾ ആര്യന്മാര് വെളിയിൽ നിന്ന് വന്നതാണോ, ഇതിനകത്തുള്ളതാണോ, ഞങ്ങളുടെ മതം ഇവിടത്തെയാണോ അതോ വെളിയിൽ നിന്ന് വന്നതാണോ, ആ ഒരു ചോദ്യം. അപ്പം അങ്ങനത്തെ കുറെ നരേറ്റീവ്സ് ഇങ്ങനെ വരുമ്പം ആ, രണ്ട് ഭാഗത്തുള്ളവരും, ഇപ്പൊ രണ്ട് ഭാഗത്തുള്ളവരും ആശ്രയിക്കുന്ന ഹിസ്റ്ററി ബുക്സും ഹിസ്റ്റോറിയൻസിനൊക്കെ തന്നെ. രസം എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും പോയിന്റ് പ്രൂവ് ചെയ്യുന്നതും ഹിസ്റ്ററിയാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു മേ ബി റൈറ്റ് വിങ് ഹിന്ദു പറയാണ് ഔറംഗസീബ് എന്തോ 1,00,000 ഹിന്ദുസിനെ ഇന്ന സ്ഥലത്ത് വെച്ച് കൊന്നു. പുള്ളി പ്രൂഫായിട്ട് കൊണ്ടുവരുന്ന ചിലപ്പോൾ ഔറംഗസീബ് തന്നെ എഴുതിയ, അല്ലെങ്കിൽ പുള്ളിയുടെ കോർട്ടേഴ്സ് എഴുതിയ ഒരു രേഖയായിരുന്നു. Now that proves his point. അപ്പൊ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് വെച്ചാല് ഹൗ അതിന്റെ ഒരു ബേസ് എന്ന് വെച്ചാൽ ഹൗ ഡു വി റീഡ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ്, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പം ഔറംഗസീബ് അങ്ങനെ എഴുതി, ഓക്കെ ഫൈൻ, ബട്ട് ഹി വാണ്ട്സ് ടു പോർട്രേറ്റ് ഹിംസെൽഫ് ആസ് എ ഗാസി. അപ്പൊ പുള്ളിക്ക് എക്സ്ട്രാ പുള്ളി അങ്ങ് ഇടും. ഈ 1,00,000 പേരെ കൊന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രെഡിറ്റ് ആണ് ആ കാലത്ത്. കാരണം ഈ പുള്ളി എഴുതിയ ഈ സംഭവം പുള്ളി വേറെ കാലിഫറ്റിനും ബാക്കി അടുത്തുള്ള ഇസ്ലാമിക് എംപയേഴ്സിനൊക്കെ അയച്ചെടുക്കും. ഞാൻ ഇന്ന് ഇത്ര ഇൻഫിഡൽസിനെ കൊന്നു എന്ന് പറഞ്ഞ് അയച്ചു. അപ്പം പുള്ളിക്ക് ഇവിടെ അത് അങ്ങനെ ചെയ്തൊരു റിവോൾട്ട് ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല, ഉണ്ടാക്കില്ല എന്നല്ല പറയുന്നത്. ചിലപ്പോൾ കണ്ടംപററി സോഴ്സസ് എടുക്കുമ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് ഇറങ്ങിയ സമയത്തുള്ള വേറെ കണ്ടംപററി ആയിട്ടുള്ള സോഴ്സസ് തപ്പി നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിലൊന്നും ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം ഒരു റിവോൾട്ട് ഉണ്ടായിരുന്നോ അതിനുള്ള പ്രൂഫ് ഒന്നും ഉണ്ടാകും. അപ്പൊ അതിൽ നിന്നാണ് ഹിസ്റ്റോറിയൻസ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ചുമ്മാ ജാടയടിച്ചാണ്. അപ്പം അതാണ് ഹിസ്റ്റോറിയോഗ്രഫി, അവിടാണ് ഹിസ്റ്റോറിയോഗ്രഫി വരുന്നത്. ഇതിന്റെ ഏറ്റവും രസമായിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ പറയാം, വെൽ നോൺ സ്റ്റോറി ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ് പൃഥ്വിരാജിന്റെ മുഹമ്മദ് ഗോറിയുടെ സ്റ്റോറി. കാരണം സിനിമയൊക്കെ ഈയിടെ വന്നിരുന്നു അക്ഷയ് കുമാറിന്റെ. ഓക്കെ, അപ്പം നമുക്കറിയാൻ നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റോറി എന്താണ്? ഈ പൃഥ്വിരാജ് മുഹമ്മദ് ഗോറി 11 വട്ടോ അല്ല, എത്രയോ അത് വട്ടോ തുടങ്ങുന്നത് അയാളുടെ അമ്മായിയച്ഛനാണല്ലോ മുഹമ്മദ് ഗോറിയായിട്ട് കൂട്ട് പിടിക്കുന്നത്, മറ്റേ കൂട്ടു സംഘം ഇത്രയെ കെട്ടിക്കൊണ്ടുവന്നതിന്. ആ ഉം. ആ, ഉണ്ട് അതുകൊണ്ട് അത് എല്ലാം ഞാൻ ഇപ്പൊ കവർ ചെയ്യാം. അത് അപ്പം വേറൊരു കഥയാ. എല്ലാം കവർ ചെയ്യാം. അപ്പം ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ, ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതാണ്. പുള്ളി 11 വട്ടോ അങ്ങാണ്ട് അതോ 16 വട്ടോ എന്തോ നല്ലൊരു നമ്പറാണ്. അത്ര 17 വട്ടം വന്നിട്ട് 18ാമത്തെ വട്ടം എന്തോ ആണ് പിടിച്ചത്, തോപ്പിച്ചത്. ഐ തിങ്ക് സോ. അപ്പൊ 17 വട്ടവും മുഹമ്മദ് ഗോറി ആക്രമിച്ചു, പുള്ളിയെ തോൽപ്പിച്ച് തിരിച്ചോടിച്ച് എല്ലാ വട്ടവും പിടിച്ച് ക്ഷമിച്ചു കൊടുക്കും പൃഥ്വിരാജ്. എന്നിട്ട് പുള്ളി തിരിച്ചു പോകും. 18ാമത്തെ വട്ടം തിരിച്ചു വരുമ്പം എന്താ പുള്ളിയുടെ അമ്മായിപ്പൻ എന്ന് പറയുന്നത് ജയചന്ദ് ആണ്. ജയചന്ദ് എന്താ ഒറ്റ കൊടുക്കുന്നയോ എന്തോ ചതിപ്രയോഗത്തിലൂടെ പൃഥ്വിരാജിനെ പിടിക്കുന്നതാണ്. ജയചന്ദ്രന്റെ പേര് ട്രൈറ്റർ എന്ന വാക്കുമായിട്ട് സമാനമായി കഴിഞ്ഞു. മിർജാഫർ അതുപോലെ ഒരു വാക്കായി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്നിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് പൃഥ്വിരാജിനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഈ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നൊക്കെ സീനുണ്ടല്ലോ, ഞാൻ ഇലാബറേറ്റ് ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഗോറി ചോദിക്കുക എന്താ തുറച്ചു നോക്കുന്നതെന്ന്. പൃഥ്വിരാജ് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോ പൃഥ്വിരാജിന്റെ ഉള്ളിൽ ദേഷ്യമാണ്, കാരണം ഞാൻ ക്ഷമിച്ച് തിരിച്ചയച്ചിട്ടുള്ള ആള് എന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നതെന്നുള്ള ദേഷ്യം. ഈ തുറച്ചുകൂട്ടം കണ്ടിട്ട് സഹിക്കാൻ മേലെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടി. പിന്നെയാണ് ചാന്ദ് ബർദായി എന്ന് പറയുന്ന കവി വന്നിട്ട് സുൽത്താനോട് പറയും ഇങ്ങനെ ഭയങ്കര അമ്പെയ്ത്തുകാരനാണ്, പൃഥ്വിരാജ് നല്ല അമ്പെയ്ത്തുകാരനാണ്, പുള്ളിക്ക് ശബ്ദം കേട്ട് അമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പം സുൽത്താൻ വലിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ഈ പുള്ളിയുടെ ആർച്ചറി സ്കിൽസ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് പരിപാടി നടക്കുമ്പോൾ അമ്പ് ചെയ്യാൻ പറയുമ്പോൾ പൃഥ്വിരാജ് അമ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഈ കവിയോട് ചോദിക്കും, ഗോറി ചോദിക്കും എന്താ അമ്പ് ചെയ്യാത്ത, നിങ്ങളുടെ രാജാവ് എന്താ അമ്പ് ചെയ്യാത്തെന്ന് ചോദിക്കുമ്പോ ചാന്ദ് ബർദായി പറയും അദ്ദേഹം അങ്ങനെ രാജാവല്ലേ, ഒരു ഓർഡർ കൊടുക്കുമ്പോൾ ഒരു രാജാവ് തന്നെ ഓർഡർ കൊടുക്കണമല്ലോ എന്ന് പറയും. അപ്പൊ ഗോറി ഉടനെ ഓർഡർ കൊടുക്കും അമ്പ് ചെയ്യൂ എന്ന് പറയും. ഗോറിയുടെ ശബ്ദം കേട്ടിട്ട് പൃഥ്വിരാജ് ഗോറിയുടെ അമ്പ് ചെയ്യുന്നു, ഗോറി മരിക്കുന്നു. ചാന്ദ് ബർദായി ആക്ച്വലി പൃഥ്വിരാജിന്റെ സ്വന്തം ആളാണ്. അവര് പരസ്പരം നെജത്ത് കത്തിയിറക്കി ആത്മഹത്യ ചെയ്യുന്നു.
ദിസ് ഇസ് എ സ്റ്റോറി. ഇതാണ് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോറി. ഇത് തന്നെയാണെന്ന് എനിക്ക് നമ്മുടെ സിനിമയുടെ ബേസിസും പൃഥ്വിരാജ് സിനിമ അത് ഞാൻ കണ്ടിട്ടില്ല. അക്ഷയകുമാറിന്റെ ഞാൻ ഹിസ്റ്റോറിക്കൽ സിനിമ അങ്ങനെ കാണാറില്ല, പ്രത്യേകിച്ച് ബോളിവുഡിന്റെ. വെറുതെ എന്തിനാ വിഷമം വരുത്തി വെക്കുന്നത്, അതുകൊണ്ട് കാണാറ്. പ്രത്യേകിച്ച് അക്ഷയ് കുമാറിന്റെ. അപ്പൊ രസം എന്ന് വെച്ചാൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോറി പൃഥ്വിരാജ് രാസോ എന്ന് പറയുന്ന കവിതയിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കവിത, ഈ ഒരു സംഭവം നടന്നിട്ടൊരു 600 മുതൽ 800 വർഷത്തിന് ശേഷം എഴുതിയ കവിതയാണ്. അതായത് ഇഷ്ടംപോലെ കഥകളും ഉപകഥകളും ഒക്കെ കുത്തി ഇറക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. വെരിഫൈ ചെയ്യാൻ ആരുമില്ല. കാരണം 800 വർഷം മുന്നേ ഉള്ള കഥ ആര് വെരിഫൈ ചെയ്യാനാണ്? നമുക്ക് കേട്ടറിവുകൾ മാത്രമല്ല. കേട്ടറിവ് എന്ന് പറയുമ്പോൾ ചൈനീസ് വിസ്പേഴ്സ് ആണ്, കഥകളാണ്. ഒരുപാട് മിത്തോളജൈസ്. ഹിസ്റ്ററി അനുസരിച്ചിട്ട് ഈ ആക്രമിക്കാൻ വന്നിട്ട് മാപ്പ് കൊടുത്തിട്ട് തിരിച്ചയക്കുന്ന പരിപാടിയൊന്നുമില്ല. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് താരൻ ഉണ്ട്, ഗോറി വരും, നല്ലോണം തോക്കും. ആ യുദ്ധത്തിലെ ഹീറോ എനിക്ക് പൃഥ്വിരാജിന്റെ അനിയനാണ്. പുള്ളി തോപ്പിച്ചു വിടും. സെക്കൻഡ് ബാറ്റിൽ വരുമ്പോഴാണ് ഗോറി പൃഥ്വിരാജിനെ തോപ്പിച്ച് അദ്ദേഹത്തിനെ കീഴടക്കുന്നത്. ഇതിൽ ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ജയിച്ചത് ചതിയെന്നല്ല, പൃഥ്വിരാജിന്റെ ആലായാണ്. അവരുടെ ഇടയിൽ അമ്മായിപ്പൻ മരുമോൾ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇപ്പൊ പറയുന്ന സോഴ്സ് പൃഥ്വിരാജ് വിജയ് എന്ന് പറഞ്ഞ കോണ്ടംപററി ആയിട്ടുള്ള സോഴ്സ്. കോണ്ടംപററി ആയിട്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട്. അപ്പൊ നാലേക്കണം നേരത്തെ പറഞ്ഞ 16 വട്ടോ 17 വട്ടോ അങ്ങോട്ട് തോപ്പിച്ച് തിരിച്ചയച്ചെന്ന് പറഞ്ഞ ഒറ്റ ബാറ്റിലേ നടന്നിട്ടുള്ളൂ. അതിന് മുന്നേ ഫസ്റ്റ് ബാറ്റിൽ, സെക്കൻഡ് ബാറ്റിൽ ഓഫ് താരാനിൽ പൃഥ്വിരാജിനെ തോപ്പിക്കുന്നുണ്ട്. ഈ ബാറ്റിലിന് ശേഷം നമുക്ക് പൃഥ്വിരാജിന് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. പ്രോബബ്ലി ഹി വാസ് കിൽഡ് ഇൻ ബാറ്റ്, അല്ലെങ്കിൽ പിന്നെ എപ്പോഴോ തടവുകാരനായിട്ട് വെച്ചിട്ട് കൊന്നിട്ടുണ്ടാവും. മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് അമ്പെയ്ത് കൊന്നിട്ടില്ല. മുഹമ്മദ് ഗോറിയെ കോക്കർ അല്ലെങ്കിൽ ഗാക്കർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ്, നമുക്ക് അത് ഏത് ഗ്രൂപ്പാണെന്ന് ഇപ്പോഴും അറിയില്ല. കോക്കർ അതാണ് കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ടുള്ള ആക്സെപ്റ്റഡ് നരേഷൻ. കോക്കർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പോഴും പാകിസ്ഥാനിലൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. അപ്പൊ അവരെ പണ്ട് ആക്രമിച്ചതിന്റെ പേരിൽ ഒരു ദിവസം ഗോറി മുഖം കഴിയാൻ എങ്ങാണ്ട് അടുത്തുള്ള ക്യാമ്പിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള റിവറിലോട്ട് പോയപ്പോൾ രണ്ട് ട്രൈബ്സ് വന്നിട്ട് അവരങ്ങ് കൊന്നു, അസാസിനേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഗോറി മരിക്കുന്നത്. ഇതല്ല, 2 ഇസ്മേലികളാണ് കൊന്നതെന്നും പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവം എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള കവിതകൾ തേടിയാണ് പോകുന്നത്. മാസ് വേണം അല്ലേ? മാസ് വേണം, അതാണ്. പോപ്പുലർ ആയിട്ടുള്ള കവിതകളുടെ കാര്യം പറയുമ്പോഴാണ് പത്മാവതി ഉണ്ടാക്കി വെച്ച പ്രശ്നം ഓർമ്മയില്ല. പത്മാവതി ഒരു ക്യാരക്ടർ ഇല്ല, ക്യാരക്ടർ ഉള്ളതായിട്ട് എവിടെയും എഴുതിയിട്ടില്ല. അബുൽ ഫൈസിയുടെ കവിതയിലെ ഒരു കഥാപാത്രമാണ്. പുള്ളി ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്ത് എഴുതിയതാണ്. അതായത് രജപുത്താന പ്രിൻസസ്സുകളുടെ പാതിവൃത്യം എന്താന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയ ഒരു കവിതയാണ് പത്മാവതി. അതാണ് രസം എന്ന് വെച്ചാൽ പത്മാവതി എടുക്കുമ്പോഴും ഒറിജിനൽ പത്മാവതി നോക്കുമ്പം ഇത് രാജാവിന്റെ പേരെന്തായിരുന്നു? സുൽത്താന്റെ അതും ഖിൽജി അല്ലേ? അലാവുദ്ദീൻ ഖിൽജി അല്ല ലാസ്റ്റ് രാജാവിനെ തോപ്പിക്കുന്നത്. അടുത്തുള്ള വേറൊരു ഹിന്ദു രാജ്പുത് രാജാവാണ്. ആ യുദ്ധത്തിലാണ് പത്മാവതി മരിക്കുന്നതൊക്കെ, ആത്മഹത്യ ചെയ്യുന്നത്. ഖിൽജി ഭയങ്കര സന്തോഷത്തോടെ പത്മാവതി എന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഓടി വരുന്നേ. അപ്പൊ നോക്കുമ്പോ പത്മാവതി മരിച്ചുപോയി. അപ്പൊ ആ വിഷമമാണ് ആ കവിതയിലുള്ളത്. മുഹമ്മദ് ജയസി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ കവിതയാണ്. മുഹമ്മദ് ജയസി. അപ്പം ആ കഥയിലുള്ള സ്റ്റോറി പോലും അല്ല സിനിമയെ വന്നേക്കുന്നത്. ഫുള്ളി റിലീജിയസ്ലി ചാർജ്ഡ് ആയിപ്പോയി. പലപ്പോഴും ഉള്ള സ്റ്റോറിക്കുള്ള കുഴപ്പമാണ്, നമ്മളൊരു പല ക്യാരക്ടേഴ്സ് നമ്മളൊരു ആർക്കിടൈപ്പിലേക്ക് അങ്ങ് പുഷ് ചെയ്ത് വരും. ആ ഇൻവേഡിങ് ലെക്ചറസ് ഇൻവേഡർ പ്രോട്ടോടൈപ്പിലോട്ട് ഖിൽജി അങ്ങ് തള്ളി വിടുക. ഏതോ ഒരു കോമിക് ഉണ്ടായിരുന്നു, ഒരു വെബ് കോമിക് ആണ്, എനിക്ക് ഓർമ്മയില്ല XKCDയിലാണോ അബ്സ്ട്രൂസ് ഗൂസിലാണോ എന്ന് ഓർമ്മയില്ല. പിന്നെ രണ്ട് മലയുടെ മുകളിൽ 2 രാജകൊട്ടാരം, രണ്ടിന്റെ ഫ്രണ്ടിൽ കുറച്ച് പട്ടാളക്കാരുണ്ട്. അപ്പം
ഇതിന്റെ മോളിൽ ഇരുന്ന് 2 പട്ടാളക്കാരിങ്ങനെ പറയാണ്. അവർ ഗ്രേറ്റ് നേഷൻ, അവർ അവർ ഗ്രേറ്റ് ആർമി, their invading peasants, their lecherous leader, their pagan god. ഇത് എന്നെ ഇപ്പുറത്തിരിക്കണവരെ അപ്പുറത്തിരിക്കണവരെ പറ്റിയും പറയും. സോ ഇങ്ങനെയാണ് ഹിസ്റ്ററി, നമ്മൾ കിട്ടുന്ന ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് എങ്ങനെ വായിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഹിസ്റ്റോറിയോഗ്രഫിയിലാണ്. അതുവഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെറിയ കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ. പൃഥ്വിരാജിന്റെ കാര്യം പറയുമ്പോൾ പൃഥ്വിരാജ് ചൗഹാന്റെ ഞങ്ങൾക്ക് ക്ലാസ് 7 ഹിന്ദിയിൽ പഠിക്കേണ്ടായിരുന്നു പൃഥ്വിരാജ് ചൗഹാന്റെ കഥ, ഘോറിയെ കൊല്ലുന്നതൊക്കെ അതിനകത്ത്. അതിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. പക്കട് പടക് 18 ബാർ പക്കട് പക്കടക്കെ ചോട് ദിയ എന്നൊരു ലൈൻ കണ്ടായിരുന്നു ഓർമ്മ. എക്സാക്ട്ലി അത് തന്നെ. പക്ഷെ ഓർമ്മയുണ്ടോ, ചാപ്റ്റർ 9 മീൻസ് ക്ലാസ് 9 ഹിസ്റ്ററിയില് മുഹമ്മദ് ഘോറി എങ്ങനെയാ മരിക്കുന്നതെന്ന് പറയുന്നത്. കോക്കർ ട്രൈബ് പിടിച്ച പഞ്ചാബ് എന്തോ സ്ഥലത്ത് വെച്ച് കോക്കർ ട്രൈബ് പിടിച്ച് കൊല്ലുന്നു. അതായത് പുള്ളി അസാസിനേറ്റ് ചെയ്യുന്നു. അസാസിനേഷൻ ഓഫ് മുഹമ്മദ് ഘോറി. ഒരു ചെറിയ ലൈൻ, 2 ലൈനേ ഉള്ളൂ. ക്ലാസ്സിൽ ഭയങ്കര പ്രശ്നമായിട്ടില്ല. ഇതിൽ അങ്ങനെ പറയുന്നു, അതിലിങ്ങനെ പറയും. പൃഥ്വിരാജ് ചൗഹാനപ്പോ ആരാന്ന് വെച്ചിട്ട് അതെനിക്ക് ഇവിടെ ഓർമ്മയുണ്ട്. രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാല് ഈ കോക്കർമാരാണ് കൊന്നെന്നുള്ളത് ആ ലൈൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന പാകിസ്ഥാനിലുള്ളവരാണ്. ഈ കോക്കർ ട്രൈബ് കംപ്ലീറ്റ്ലി ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ ട്രൈബ് ഉള്ളത് പാകിസ്ഥാനിലാണ്. അവർ കറക്റ്റ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ ട്രൈബ്സിലെ ആൾക്കാരാണ് ഘോറിയെ കൊന്നത്. ഭയങ്കര സന്തോഷത്തോടെ, ഭയങ്കര പ്രൈഡായിട്ട് അവർക്ക് കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ നമ്മൾ കൂടുതലും കേൾക്കുന്ന കഥ ഇതാണ്, പൃഥ്വിരാജ് ഒന്നും. അല്ല, എനിവേസ് ഒരു ഫുട് നോട്ട് കൂടി. ചിലപ്പോൾ NCERT ടെക്സ്റ്റിലെ സിലബസ് ഒക്കെ മാറിക്കാണും. ഇപ്പോൾ എല്ലാം എഡിറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് ഉണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ ഈ കവിതയിലുള്ള സാധനമായിരിക്കും ചിലപ്പോൾ ഹിസ്റ്ററി ടെക്സ്റ്റിൽ പഠിക്കുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മൾ കവിതയുള്ള സംഭവമാണ് പണ്ടേ മുതലേ ഉള്ളത്. അതെ. അല്ല, അതാണല്ലോ സത്യം. എന്ന് പറഞ്ഞാല് ഓൾവേസ് ഈ പോപ്പുലർ ലോർ ആണ് കൂടുതലും ഹിസ്റ്ററിയെക്കാളും ആളുകൾക്ക് ഓർമ്മയിരിക്കുന്നത്. കാരണം ഹിസ്റ്ററി ഒന്നാമത് അധികം ആരും വായിക്കുന്നില്ല. അപ്പൊ അൺബയാസ്ഡ് വേർഷൻ ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റേ വജനാട്ടിലെ വേതാളങ്ങൾ വായിച്ചപ്പോ അതില് ഒരു ഭാഗമുണ്ട് മറ്റേ ഉമയമ്മ റാണിയുടെ 6 മക്കളെ വെള്ളത്തിൽ മുക്കി കൊന്നുള്ളത്. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. മക്കളില്ല. അപ്പൊ അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ ഒരു ലോറിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയ ഫിക്ഷൻ പറഞ്ഞ് അത് ആക്ച്വൽ ആകുന്നു. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് ഒരു വരിയാണ്, ഹിസ്റ്ററി ഈസ് റിട്ടൺ ബൈ ദ വിക്ടേഴ്സ്, നോ ഇറ്റ്സ് റിട്ടൺ ബൈ ദ സൈഡ് വിത്ത് ദ ബെസ്റ്റ് പോയറ്റ്സ്. അതാണ് സത്യം. എനിവേ, ഇത് ഇത്രയും പറഞ്ഞത് ഹിസ്റ്ററിയോഗ്രഫിയെ കുറിച്ച് പറയാനൊക്കെയാണ്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് സന്ദീപ്, കൃഷ്ണകുമാർ ആൻഡ് അനൂപ് സൈനിങ് ഓഫ്. ബൈ.